മിങ്കുമയിൽ മരത്തിനടുത്ത് ഇരുന്നു കൊണ്ടിരുന്നു. അപ്പോ ചുന്നുമുന്നെന്ന് 2 പറവകൾ അവിടേക്ക് വന്നു. മിങ്കുമാമ, ഞങ്ങൾക്കൊരു കഥ പറയാമോ? നിങ്ങൾ പറയുന്ന കഥയൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ക്ഷമിക്കൂ കുട്ടികളെ, ഞാനിന്ന് പറയാൻ പോകുന്ന കഥ എങ്ങനെയെന്നാൽ, ഇതിലൂടെ ഒരു സമയം നിങ്ങളുടെ പേടി പോലും നിങ്ങളെ ഒരിക്കൽ സഹായിക്കുമെന്ന് മനസ്സിലാകും. കേട്ടോളൂ. ഒരിടത്തൊരു തത്തയുണ്ടായിരുന്നു. അതിന്റെ പേര് ചിർക്കുട്ടെന്നായിരുന്നു. എന്നാൽ അത് എപ്പോൾ ജനിച്ചോ അന്നു മുതൽ അതിന് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതെ, എന്ത് കഷ്ടം മാമ. സമാധാനപ്പെടൂ, ഞാൻ പറയാം. ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുതേ. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, മാമ കഥ പറയുമ്പോഴിടയിൽ സംസാരിക്കരുത് എന്ന്. ആ തത്തയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്തെന്നാൽ, അത് എപ്പോൾ ജനിച്ചോ അന്നു മുതൽ അതിന് സംസാരിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അത് ആരോടും സംസാരിക്കുകയേയില്ല. അതൊരിക്കൽ മരച്ചിലയിലിരിക്കുകയായിരുന്നു. തൊട്ടടുത്തായി മറ്റു കുരുവികളും ഉണ്ടായിരുന്നു. ഈ കുരുവി നല്ല നല്ല പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ആ പറവ കിളിയെ നോക്കി പറഞ്ഞു. അയ്യോ, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. ഈ തത്തയെ ഒന്ന് നോക്കിക്കേ. ഈ തത്തയ്ക്ക് നേരെ സംസാരിക്കാൻ പോലും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാ സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു തത്തയെ കാണുന്നത്. ഇങ്ങനെയും ലോകത്ത് തത്തകളുണ്ടോ? ചിർക്കോട്ട്, നീ എന്തിനാടാ നോക്കുന്നത്? നിനക്കും ഇതുപോലത്തെ പഴം വേണോ? ശരി, ഇതാ, കഴിച്ചോ ഇതാ. ആ കിളി പഴം വാങ്ങാനായി മുന്നിലേക്ക് വന്നു. പക്ഷെ ആ പറവ പഴം പുറകേക്ക് വലിച്ചു. നിന്റെ ആഗ്രഹം നീ മനസ്സിൽ വെച്ചാ മതി. ശരി, നീ ഒരു പാട്ട് പാടിക്കേ, കേക്കട്ടെ. നിന്റെ ശബ്ദം നല്ല മധുരമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ എല്ലാ പറവകളും അതിനെ നോക്കി ചിരിച്ചു. പക്ഷെ പാവം കിളി ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് പറന്ന് വേറൊരു മരത്തിലേക്ക് പോയി.